നമസ്കാരം. അമ്മ മഹാമായയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും അമ്മയുടെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മ മഹാമായയോടുള്ള ചില പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോടുള്ള ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായി തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. പ്രധാനമായും ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായ ഒരു സാഹചര്യമാണ് മുൻപിലുള്ളത് എന്നതും വാസ്തവം തന്നെയാണ്. കാരണം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് സംഭവിക്കുന്ന ആ കാര്യങ്ങൾ അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് എങ്കിൽ അതിൽ ഒരു മാറ്റം സംഭവിക്കും എന്നതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും ഉറപ്പായും ചില കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. ഈ സമയം തീർച്ചയായും എന്താരംഭിച്ചാലും അതിനു പിന്നിൽ നിങ്ങളുടെ കഠിനമായ പ്രയത്നമുണ്ട് എങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് സുഖകരമായി തീരുകയും ആ കാര്യങ്ങളിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും വിഷമതകളുണ്ട്. പ്രത്യേകിച്ചും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള ചില വഴികൾ തുറക്കപ്പെടുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. വിശ്വാസം നിങ്ങൾക്ക് അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന കാര്യം ഓർക്കണം. ഈ സമയം നിങ്ങൾക്ക് അല്പം കാലതാമസം നേരിടേണ്ടതായി വരും. എങ്കിലും ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ ശരിയായ സന്ദർഭത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. സൗഭാഗ്യം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. പലപ്പോഴും പല കാര്യങ്ങളും കൂട്ടിമുട്ടിക്കുവാൻ വളരെയധികം പ്രയാസപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ. പ്രത്യേകിച്ചും ചിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ ഒരു വിഷമതകൾ, അവ്യക്തതക്കുറവ് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൊഴിലുമായി ബാലൻസ് ചെയ്യുവാൻ പലപ്പോഴും സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ഏറെ സമ്മർദ്ദം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. ഒരു മാറ്റത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളിലും ആവശ്യമായ വിശ്രമം നിങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സമയം തന്നെയാണ്. എന്നാൽ ശ്രദ്ധയോടെ നിങ്ങൾ ഈ സമയം പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ചും കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ തുലം കൂടുതലായ ഒരു സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സ് പറയുന്നത് പോലെ പലപ്പോഴും കേൾക്കുവാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി തീരാം. അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുന്നതായ ഇത്തരം ചില കാര്യങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നൽകുന്നതായ ഇത്തരം സന്ദേശങ്ങൾ നിങ്ങൾ തീർച്ചയായും ചിന്തിച്ച് അത് സ്വീകരിക്കേണ്ടതാണ്. പല കഴിവുകളും ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. അതിലൊരു മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അല്പം മാറ്റി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ പണം കയ്യിൽ വരൂ എന്നതാണ് വാസ്തവം. നിങ്ങൾ നിരന്തരമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം
അത് നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചില അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുവാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയാം. ഉറക്കത്തിൽ പോലും ചിന്തിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ അനിവാര്യമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അവസരം നിങ്ങൾക്ക് വന്നു ചേരും എന്നും വലിയ ഉയർച്ചയ്ക്കുള്ള അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിക്കാതെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും പണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. വരവിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ പലപ്പോഴും ചെലവിന് നൽകുന്നതായ സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ വന്ന് പോകുന്നതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഇത് തിരുത്തപ്പെടണം എന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. ഈ സമയം ഇല്ലായ്മകളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ അവ്യക്തത ദോഷകരമായി തീരാം. ചില കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ധാരണ ഇല്ലാതിരിക്കുന്നു എന്നത് വാസ്തവമാണ്. വ്യക്തമായ പ്ലാൻ ഇല്ലാതിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. എന്തെങ്കിലും പ്ലാൻ ഉണ്ട് എങ്കിൽ അത് നടപ്പിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നതും വാസ്തവമാണ്. ക്ഷമയില്ലാത്തതായ സാഹചര്യം നിങ്ങളെ പല രീതിയിലും തകർക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ക്ഷമിക്കുവാൻ അല്പം തയ്യാറാകുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും ക്ഷമ നിങ്ങൾക്ക് ഇല്ലാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. നിരന്തരമായ പ്രയത്നം നിങ്ങൾക്ക് അനിവാര്യമായ സമയമാണ്. കൺസിസ്റ്റൻസി നിങ്ങളുടെ വിജയമന്ത്രമാകേണ്ടതും അനിവാര്യമാണ്. പണം ചെലവാക്കുന്നതിൽ ഉത്തരവാദിത്വ ബോധം വേണ്ടതും അനിവാര്യമാകുന്നു. ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണ്. ഭാഗ്യത്തെക്കുറിച്ച് പോസിറ്റീവായി തന്നെ ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും പോസിറ്റീവായുള്ള ഒരു സമീപനം നിങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നു എന്നതാണ് വാസ്തവം. അത് നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോകണം. നിങ്ങൾ ഭാഗ്യമുള്ള വ്യക്തികളാണ് എന്ന് ചിന്തിക്കാൻ ആരംഭിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അന്ന് മുതൽ പല വിധത്തിലും മാറ്റങ്ങൾ വന്നു ചേരാം. വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അമ്മ മഹാമായ പ്രദാനം ചെയ്യും. ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിലും എല്ലാ ഉപദേശങ്ങളും നിങ്ങൾ സ്വീകരിക്കണമോ എന്ന കാര്യം ചിന്തിച്ചതിന് ശേഷം മാത്രമേ അതേക്കുറിച്ചൊരു തീരുമാനം എടുക്കുവാൻ പാടൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ദോഷമായി തീരുകയും ചെയ്യാം. മാറ്റങ്ങൾ കടന്നു വരാം എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ അതുമായി പൊരുത്തപ്പെടുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. സാധാരണ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ എത്ര പരിശ്രമിച്ചാലും ചില കാര്യങ്ങൾ നടക്കണം എന്നില്ല. അതിനാൽ തീർച്ചയായും ഈ സമയം കൂടുതലായുള്ള പരിശ്രമങ്ങൾ അനിവാര്യമാണ്. പുതിയ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടത് അനിവാര്യമാണ്. എടുത്തുചാട്ടം പാടുള്ളതല്ല. ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് മാത്രമേ ഏതൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ പാടൂ എന്നതാണ് വാസ്തവം. പണം നിങ്ങളുടെ കയ്യിൽ വരികയും എന്നാൽ അതേപോലെ തന്നെ നഷ്ടമാകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. അതല്ല എങ്കിൽ പലതും നിങ്ങളിൽ നിന്നും നഷ്ടമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വന്തം കഴിവിനാലും ബുദ്ധിയാലും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. വലിയ ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉള്ളത് എന്നും മനസ്സിലാക്കുക. ശ്രദ്ധയോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ച പോലും അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ സംഭവിക്കുന്ന കാര്യമാണ്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. അവസരങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് നീങ്ങുക.